യെസ്, സലീം കുമാറിൻ്റേത് വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം നമ്മുടെ ജീവിതത്തോട് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു സിനിമാ നടനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും എപ്പോഴും കടന്നു വരും. പലപ്പോഴും നമ്മുടെ ടെൻഷൻ അടിക്കുന്ന ജീവിതത്തെ ഒന്ന് റിലാക്സ് ആക്കാൻ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സിനിമാ ഡയലോഗ് മതി എന്നുള്ള കാര്യവും നമുക്കറിയാം. സിബി ജോസഫ് പറവൂർ ടൗൺ ഹാളിൽ നിന്ന് ചേരുകയാണ്. സിബി, രാഷ്ട്രീയ സാമൂഹ്യ സിനിമാ രംഗത്തെ നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ മുഖ്യമന്ത്രി എപ്പോഴാണ് എത്തുന്നത്? നൗഫൽ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ഒരു 11 മണിക്ക് മുൻപ് കൂടി എത്തിച്ചേരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് 3 പരിപാടികൾ ഉണ്ടായിരുന്നു. ആ 3 പരിപാടികളും റദ്ദാക്കിയെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം എന്തായാലും ഈ പറവൂരിൽ ഈ ടൗൺ ഹാളിലേക്ക് അദ്ദേഹം എത്തും. കാരണം മുഖ്യമന്ത്രിയുമായി ഏറ്റവും അധികം ആത്മബന്ധമുള്ള ഒരു കൂടിയാണ് സലികുമാർ. അദ്ദേഹത്തിന്റെ എല്ലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെയും ഉദ്ഘാടനം അത് നിർവഹിക്കാനുള്ള ഒരു അവകാശം തനിക്കാണെന്ന് സലികുമാർ എപ്പോഴും പറയുകയും അങ്ങനെ എല്ലാ ഈ അവസാന നിയമസഭ തെരഞ്ഞെടുപ്പിലും ഈ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ ഈ വി.ഡി. സതീശന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉദ്ഘാടനവും നിർവഹിച്ചത് സലികുമാറായിരുന്നു. അങ്ങനെ സലികുമാറുമായി ഒരു കൂടപ്പുറപ്പ് എന്ന പോലെ സ്നേഹമുണ്ടായിരുന്ന ആളാണ് ഇത്തരത്തിന്റെ വി.ഡി. സതീശനും. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ വളരെ വൈകാരികമായി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അദ്ദേഹം അത് കുറിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹം ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരും. അതുകൂടാതെ മറ്റുള്ള സംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട്, രമേഷ് പിഷാരി ഉൾപ്പെടെയുള്ളവരുണ്ട്, ഇപ്പോൾ മന്ത്രി പി.സി. വിശ്വനാഥ്, അതോടൊപ്പം തന്നെ മറ്റുള്ള നടന്മാരായ ജയറാം ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇന്ത്യ നായർ അല്പസമയത്ത് വന്നിരുന്നു. അതുകൂടാതെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മിമിക്രി താരങ്ങൾ, നമുക്കറിയാം സലീകുമാർ മിമിക്രിയിലൂടെയാണ് അദ്ദേഹം ഈ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. മഹാരാജാസ് കോളേജിൽ അദ്ദേഹം ഡിഗ്രി പഠന കാലത്താണ് അദ്ദേഹം മിമിക്രിയിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത് ഞാനൊരു മത്സരത്തിലേക്ക് ഒരു മിമിക്രി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആ സമയത്ത് അവിടുന്നാണ് പിന്നീട് അദ്ദേഹം ഒരു സിനിമാ പേരിലേക്ക് ടെലിവിഷൻ പരിപാടികളിലേക്ക് അദ്ദേഹം എത്തുന്നതും പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. എന്തായാലും ആ മിമിക്രി താരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ട്. ഈ പഴയ കാലത്ത് ഈ കാസറ്റിന്റെ നമ്മൾ മിമിക്രി എത്തുന്ന കാലഘട്ടത്തിൽ തന്നെ നാദത്തിക്കൊപ്പം സലികുമാറിന്റെ ശബ്ദവും നിരവധി മലയാളികളെ ചിരിപ്പിച്ചു എന്നാണ് തുടക്കകാലം. ആ ഒരു നടന്ന് അന്നു മുതലുള്ള വലിയൊരു സൗഹൃദ വലയം ഈ മലയാള സിനിമയിലും ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മിമിക്രി കലാകാരന്മാരും നടന്മാരെല്ലാം നിലയിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. അദ്ദേഹം ഏറ്റവും പുതിയ തലമുറയ്ക്ക് തന്നെ അദ്ദേഹം അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ നടന്മാരും കഴിഞ്ഞ 30 വർഷം 3 പതിറ്റാണ്ടുകാലം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന സലികുമാർ അത്രത്തോളം ആത്മാബന്ധമുള്ള ആളുകൾ നിലവിലുണ്ട്. ഇന്നലെ തന്നെ നടൻ ദിലീപും നാദർശരിയും രമേഷ് പിഷാരി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ തന്നെ എത്തിയിരുന്നു. അതുകൂടാതെ അമൽ നീത് അടക്കമുള്ള ഒരു സമുദായം എത്തിയിരുന്നു. അതുകൂടാതെ കോൺഗ്രസ് പ്രവർത്തകരായ അല്ലെങ്കിൽ കോൺഗ്രസിലെ എംപിയായ ഐബിയുടെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുഴുവൻ സമയം ഇവിടെ രാത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. രമേഷ് പിഷാരി ഇന്നലെ രാത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദ്യമന്ത്രിയുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ അന്തിമോചനം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാൻ വേണ്ടി അദ്ദേഹത്തിനൊപ്പമുള്ള അവസാന നിമിഷങ്ങളിൽ പൂർണ്ണമായും നിന്നുകൊണ്ട് കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഒരു നാട് ഒന്നാകെ ഒഴുകിയെത്തുകയാണ്. നമുക്ക് ദക്ഷിണ കണ്ടുകൊണ്ട് നീണ്ട നിരയാണ്. നമ്മൾ ദക്ഷിണ കാണുന്ന ഒരു ജനസംഖ്യയല്ല, പുറത്ത് ഈ പറവൂർ കാണുന്ന പുറത്തു നിന്നും വളരെ വലിയ ക്യൂ ആയിട്ടുള്ള ആളുകൾ കൃത്യമായി ഇവര് ആ ക്യൂ അടിച്ചുകൊണ്ട് കടന്നു പോകാൻ വേണ്ടി കൃത്യമായൊരു നിയന്ത്രണം ഇവിടെ പോലീസും ഇവിടെയുള്ള ആളുകളെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് വീട് തിരക്കില്ലാതെ കടന്നു പോകുന്നത്. പക്ഷെ വലിയ ക്യൂ ഈ ടൗണുകാരുടെ പുറത്തുനിന്നും ക്യൂവാടി ഇവിടുത്തെ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടുകാർ ഉന്നതം ഇവിടേക്ക് ഒഴുകിയെത്തിക്കാൻ അവരെല്ലാം തന്നെയും സലികുമാർ അവസാനമായി കണ്ട് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. അതേസമയം തന്നെ സിനിമാ രംഗത്ത് പ്രമുഖരായ എല്ലാം തന്നെയും ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കേന്ദ്ര സഹമന്ത്രി കൂടിയായ അമൃത ആശുപത്രിയിൽ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അങ്ങനെ സിനിമാ മേഖലയിലുള്ള എല്ലാ വിഭാഗം ആളുകളും സംവിധായകൻ കമൽ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എല്ലാ സാധാരണക്കാർക്കും ഇതുപോലെ കടന്നു ഇതുപോലെ സംസാരിക്കുവാൻ പറ്റുന്ന ഒരു ആൾക്കാർ എല്ലാ കുടുംബ പ്രേക്ഷകരും കൂടിയാണ്. നമ്മൾ നേരത്തെ നൗഫൽ പറഞ്ഞതുപോലെ തന്നെ ഈ സലികുമാറിന്റെ ഓരോ കഥാപാത്രങ്ങളും പറയുന്ന ഡയലോഗുകൾ പറയാതെ ഒരു മലയാളിയും ഒരു ദിവസം പോലും കടന്നു പോകുന്ന എന്ന് പറയാം. നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിൽ പോലും ഈ സലികുമാറിന്റെ ഓരോ തമാശകളും ഓരോ ഡയലോഗുകളും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പക്ഷമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓരോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും
റീൽസുകളുടെയും അതുപോലെ തന്നെ മറ്റുള്ള ട്രോളുകളുടെയും ഒരു കാലമാണ്. ആ ട്രോള് ഏറ്റവും കൂടുതൽ തമാശ കലർന്ന ട്രോളുകൾ സലിംകുമാറിന്റെ ആണെന്ന് നമുക്ക് പറയാം. ട്രോളന്മാർ ആശാൻ എന്ന് തന്നെയാണ് സലിംകുമാറിനെ ഈ മലയാളികൾ ശരിക്കും പരിചയപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഓരോ സ്റ്റിക്കറും ട്രോളും തന്നെ സലിംകുമാറിന്റെ വിവിധ ഭാവങ്ങളാണ്. അത്രത്തോളം ഭാവങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു കലാകാരൻ കൂടിയാണ് സലിംകുമാർ. അദ്ദേഹം തന്റെ ഹാസ്യ അല്ലെങ്കിൽ തന്റെ ഒരു കഥാപാത്രങ്ങൾ അദ്ദേഹം വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അതെല്ലാം അദ്ദേഹം കൃത്യമായ ട്രോളുകളായി വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ പറയുന്നതിന് കാലം മുതൽ തന്നെ ഈ സലിംകുമാറിന്റെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്ഥാനം ആ ട്രോളുകൾ പോലും ഉണ്ടായിരുന്നു. നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മണവാളം ത്യാരി ഓമരക്കും അൽ കമലത്തിനൊക്കെ പ്രത്യക്ഷപ്പെടാത്ത ഒരു ട്രോളുകൾ കുറവാണെന്ന് നമുക്ക് പറയാം. മായാവിയിലൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ഇതൊക്കെ എന്ത് മനസ്സിലെ ധൈര്യവും അതുപോലെ എന്തുവാ ബിരിയാണി കിട്ടിയാലോ ഇതൊക്കെ പറയുന്ന ചില അദ്ദേഹത്തിന്റെ ചില നർമ്മരക്ഷം നമുക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംഭാഷണ ശൈലിയിൽ വിശ്വവാദത്തിന്റെ അദ്ദേഹം നന്ദി മാത്രമേ ഇല്ലേ എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. ആ ഒരു വരികളും ആ സംഭാഷണത്തെ നമ്മൾ മലയാളികൾ എല്ലാ ദിവസവും നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളായി മാറി അല്ലെങ്കിൽ വാമൊഴികളായി മാറി എന്നതാണ് ഏറ്റവും അതിൽ ശ്രദ്ധേയമായ കാര്യം. അത്രത്തോളം മലയാളികളുടെ ഒരു നർമ്മരസം കലർന്ന ഒരു മലയാള ഭാഷയ്ക്ക് അദ്ദേഹം ആ വാമൊഴിയായി നൽകി അദ്ദേഹത്തിൻ്റെതായ ചില ശൈലികളുണ്ട്. ആ ശൈലികൾ തന്നെയാണ് ഈ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഒരു അതുല്യമായ ഒരു കലാകാരൻ എന്ന് നമ്മൾ തന്നെ വിശേഷിപ്പിക്കാൻ